വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. എന്താ ഈ വെള്ളവും ആത്മാവും എന്ന് പറയുന്നത്? വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. വെള്ളം എന്ന് പറയുന്ന ദൈവവചനമാണ്. ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കാണുവാനോ സ്വർഗരാജ്യത്ത് കടക്കുവാനോ സാധ്യമല്ല. പുതുതായി ജനിക്കണം. ഞങ്ങളൊക്കെ പുതുതായി ജനിച്ചവരാണ്, ജീവൻ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങളോട് പരസ്യമായി പറയുവാൻ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ അനുഭവത്തിലേക്ക് കടന്നു വരാതെ, പുതുതായി ജനിക്കാതെ സ്വർഗത്തിലെത്തി അവിടെ ദൈവം ഫലങ്ങളെ തരുന്നതിനായിട്ട് ദൈവം സ്തോത്രം ചെയ്യുന്നു. അവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ചുരുക്കമായിട്ടുള്ള ചിന്തയ്ക്കായിട്ട് യെരമ്യാ പ്രവചനം 26-ാം അധ്യായം 29-ാം അധ്യായത്തിലേക്ക്. ഇത് വളരെ പരിചിതമുള്ള ഒരു അധ്യായമാണ്. Verse 11, I think board or a placard will be there in most of our houses. 29 verse 11. 29-11 വളരെ പരിചിതമായ, വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. അത് നമ്മുടെ ഭവനങ്ങളിൽ എഴുതി വെക്കാറുണ്ട്. It reads like this: For I know the thoughts that I think toward you, says the Lord, thoughts of peace and not of evil, to give you an expected end. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് ഞാൻ വേല ചെയ്യുന്ന ദൈവമക്കളുടെ മധ്യയാണ് ആയിരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് ഏവർക്കും നല്ല സുപരിചിതമാണല്ലോ. എന്നാൽ വിശ്വാസികൾക്ക് പലർക്കും ഇതിന്റെ പശ്ചാത്തലം അറിയുകയില്ല. ഈ അധ്യായം ഉദ്ദേശിക്കുന്ന യഹൂദന്മാർ ഇന്ന് എവിടെയാണ്? ഇത് 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 1-ാം വാക്യത്തിൽ വായിക്കുന്നു. These are the words of the letter that Jeremiah the prophet sent from Jerusalem unto the residue of the elders which were carried away captives, and to the priests, and to the prophets, and to all the people whom Nebuchadnezzar had carried away captive from Jerusalem to Babylon. 1-ാം വാക്യം യെഹൂന്യ രാജാവും രാജമാതാവും അവിടെ കർത്താവിൻ്റെ ചെറിയ രീതിയിൽ കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനൊക്കെയും ദൈവമിടയാക്കി അതിനായിട്ട് ദൈവത്തെ ശ്രമിക്കുന്നു. അവിടെയുള്ള സഭയിൽ കർത്താവിൻ്റെ വേലയിൽ കൂടുതലായി വർദ്ധിച്ചു വരുവാൻ നിങ്ങൾ പ്രാർത്ഥന ഓർക്കണം. അവിടെ ചെറിയ രീതിയിലുള്ള BPS കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ സൺഡേ സ്കൂൾ BPS അതൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെയും ചെറിയ രീതിയിൽ എൻ്റെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തുതിക്കുന്നു. തുടർന്നും സഭയുടെ കാര്യങ്ങളിലും അല്പമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട്